Hi all, welcome to Entri Banking Malayalam YouTube channel. ഞാൻ വൈശാഖ് മാധവൻ. ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ഒരു ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സെബി എന്താണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു എന്താണ് ഇന്റിമേഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷന് മുന്നേ ഒരു ഇന്റിമേഷൻ വന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതെന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ നമ്മളുടെ ഗോൾഡ് ബാച്ചിനെ കുറിച്ച് അറിയാനും എങ്ങനെയാണ് ഗോൾഡ് ബാച്ചിന്റെ ക്ലാസ്സുകൾ പോകുന്നതിനെ കുറിച്ച് അറിയാനും അതൊരു 4 ലെവൽ കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസ് എൻട്രിയുടെ ടീം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഈ നമ്പർ തന്നെയാണ് സ്ക്രോൾ ചെയ്ത് പോകുന്നത്. ആ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അധികം വൈകിപ്പിക്കാതെ തന്നെ സെബി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബി ഓൾറെഡി ഒരു ഇന്റിമേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അവര് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസർ ഗ്രേഡ് എ അസിസ്റ്റന്റ് മാനേജർ 2024 അത് ജനറൽ സ്ട്രീം ഉണ്ട്, ലീഗൽ സ്ട്രീം ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രീം ഉണ്ട്, എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ സ്ട്രീം ഉണ്ട്, റിസർച്ച് സ്ട്രീം ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ട്രീം എന്ന് പറയുന്ന ഇത്രയ്ക്കും പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഏപ്രിൽ 13 എന്ത് വരും? ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് വരും, ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് അനൗൺസ് ചെയ്യുമെന്ന് ഓൾറെഡി അവർ പറഞ്ഞൊരു ഇന്റിമേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനർത്ഥം എന്താ? നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, അധികം സമയമില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ സെബിയുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഏപ്രിൽ 13 വരും. അതിൽ എന്തെങ്കിലും ഡേറ്റിൽ മാറ്റങ്ങൾ വരുത്താനൊക്കെ സെബിക്ക് അധികാരം ഉണ്ടെന്ന് കൂടി പറഞ്ഞിട്ടുള്ളത് സാധാരണ എല്ലാ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്റിമേഷൻ വരുമ്പോഴെല്ലാം അവർ പറയുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്? ജനറൽ, ഞാൻ പറഞ്ഞ ജനറൽ സ്ട്രീമിൽ ആണ് പോസ്റ്റ് കൂടുതൽ, 62 ഉണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Equivalent to a master's degree in that discipline as recognized Association of Indian Universities. എല്ലാ ക്വാളിഫിക്കേഷനും നമ്മളുടെ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ലീഗൽ ആണെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ, എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കലിലേക്കുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റിസർച്ച്, ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പൊ ഇത്ര പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് എന്തിൽ കൊടുത്തിട്ടുണ്ട്? ഈ ഇന്റിമേഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. ജനറൽ 62 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, മിനിമം 2 years ഡ്യൂറേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ലീഗലിൽ മാൻഡേറ്ററി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ലോ എന്തായാലും വേണം, അത് ലീഗൽ പോസ്റ്റ് ആണ്. ഓക്കെ, 2 year എക്സ്പീരിയൻസും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. IT ആണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി 24 വേക്കൻസി ഉണ്ട്. ബാച്ചിലേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ബ്രാഞ്ച്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഡിസിപ്ലിൻ വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ മിനിമം 2 years. അപ്പൊ എന്ത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എനി ബ്രാഞ്ച് ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? IT-ലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അതാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എന്തുണ്ടാവണം? ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടാവണം. 2 പോസ്റ്റാണുള്ളത്. റിസർച്ച് എന്ന് പറയുന്നതിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞ് റിസർച്ച് അവർക്കുള്ള ആ റിസർച്ച് ഫീൽഡിലേക്കുള്ള പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ഹിന്ദി ട്രാൻസ്ലേഷൻ വിത്ത് ഇംഗ്ലീഷ്, അതിനെക്കുറിച്ചുള്ള ഡിഗ്രി ലെവൽ. അല്ലെങ്കിൽ എന്താണ്? മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സാൻസ്ക്രിറ്റ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ് വിത്ത് ഹിന്ദി ആസ് എ സബ്ജക്ട് അറ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവൽ. അതായത് ഒരു സബ്ജക്റ്റ് ആയിട്ട് എന്ത് പഠിച്ചാൽ മതി? നമ്മൾ പഠിച്ചിട്ടുണ്ടായാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി ട്രാൻസ്ലേഷൻ വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട് ഇൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവൽ, ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സാൻസ്ക്രിറ്റ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ് വിത്ത് ഹിന്ദി ആസ് എന്താണ്? അറ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവലിന് പഠിച്ചിട്ടുണ്ടാവണം ആസ് എ സബ്ജക്ട്. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഓർ ഹിന്ദി ട്രാൻസ്ലേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്ര കാര്യങ്ങളാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. റിസർവേഷൻ കാറ്റഗറി അനുസരിച്ചുള്ള അവരുടെ കാറ്റഗറി അനുസരിച്ചുള്ള റിസർവേഷൻ അവർക്ക് ലഭിക്കുന്നതായിരിക്കും.
ഏജ് ലിമിറ്റ് ജനറലുകാരാണെന്നുണ്ടെങ്കിൽ ഏജ് 30 വയസ്സിൽ കൂടാൻ പാടില്ല. അതായത് ഏപ്രിൽ 1 മുന്നേ 1994 മുന്നേ ജനിച്ചവരായിരിക്കണം. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ കൺസിസ്റ്റിംഗ് ഓഫ് 2 പേപ്പേഴ്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റഡ് ആഫ്റ്റർ ഫസ്റ്റ് ഫേസ്, ഫേസ് 1, അത് സെക്കൻഡ് ഫേസ് ആയിരിക്കും. അതിനുശേഷം എന്തുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് 3 സ്റ്റേജ് ആയിട്ടാണ്. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, പിന്നെ എന്താണ്, പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. ഓക്കെ, ദെൻ പ്രൊബേഷൻ പീരീഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 കൊല്ലത്തെ പ്രൊബേഷൻ പീരീഡ് ആണ്. ഇനി പോസ്റ്റിന് എന്താണ് ഇത്രയും പെട്ടെന്ന് ഒരു ഇന്റിമേഷൻ വന്നപ്പോഴേക്കും നിങ്ങളെ അറിയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, സാലറി നോക്കുക, ഏകദേശം നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ കിട്ടണം. 1,49,500 പെർ മന്ത്. മുംബൈയിലൊക്കെ ആണെങ്കിൽ, അതായത് മെട്രോപൊളിറ്റൻ സിറ്റീസിലാണെങ്കിൽ കിട്ടും. വിത്തൗട്ട് അക്കോമഡേഷൻ ആൻഡ് എന്താണ്, വിത്ത് അക്കോമഡേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും, ഏകദേശം 1,11,000 രൂപ. അപ്പൊ എന്തായാലും എല്ലാ അലവൻസുകളും കാര്യങ്ങളും ഉൾപ്പെടാതെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതർ ബെനിഫിറ്റ്സ് വൈസ് ലീവ് ഫെയർ കൺസെഷൻ, മെഡിക്കൽ എക്സ്പെൻസ്, ഐ റിഫ്രാക്ഷൻ ഒക്കെ പറയുന്ന സാധാരണ എന്താണ് വരുന്ന എല്ലാ അലവൻസുകളും കൂടി നിങ്ങൾക്ക് ലഭിക്കും. ഏകദേശം 1 ലക്ഷത്തിൽ മേലെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. അക്കോമഡേഷൻ നിങ്ങളുടെ വീടിന് അടുത്താണ് ജോലി കിട്ടുന്നതെങ്കിൽ, നിങ്ങളൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്കാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഏകദേശം 1.5 ലക്ഷം രൂപയോടെ അടുത്ത് സാലറി കിട്ടും നേരിട്ട് അതിലേക്ക് കയറുമ്പോൾ. കേട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കാം. അത് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസേഴ്സ് ഗ്രേഡ് എ ആണ് നിങ്ങൾ കയറുന്ന പോസ്റ്റ്. 2 കൊല്ലത്തെ പ്രൊബേഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. എക്സാം സെന്റേഴ്സ് നിങ്ങൾക്ക് എന്താണ് എല്ലാ സിറ്റികളിലും ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഒഫീഷ്യലായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. OBC EWS കാറ്റഗറിക്കൊക്കെ അതിനുള്ള ചാർജ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ സാധാരണ ഉള്ള പോലെ തന്നെയാണ്. അപ്പൊ ഇതൊരു ഇന്റിമേഷൻ ആണ്. ഏപ്രിൽ 13 അല്ലെ, ഏപ്രിൽ 13 2024 2024 ഏപ്രിൽ 13 ഉറപ്പായിട്ടും അവർ അഡ്വർടൈസ്മെന്റ്, അതായത് നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സമയമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണം അല്ലേ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓൾറെഡി ഇന്റിമേഷൻ വന്നു കഴിഞ്ഞു. ഇനി 10-13 ദിവസങ്ങൾക്ക് ഇല്ല, 10 ദിവസങ്ങളുടെ അടുത്തേ ഉള്ളൂ. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വരും. പെട്ടെന്ന് തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. അപ്പൊ എന്തായാലും ഇലക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിയില്ല അതിനുള്ളിൽ നടത്തുമെന്ന്, നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലാണ് അവർ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുക. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്താ, പഠിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ഇത്ര സാലറിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ മേലെ രൂപ സാലറി ലഭിക്കുന്ന ഒരു ജോലി, കൂടാതെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന ജോലി. സെബി എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എന്താണ് ഫെയിമാണ്. അതായത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഈ കൊല്ലം ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ട്, ഇപ്പോഴും നിർത്താതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു ഇയർ ആണ് എന്ത് ജോബ് നോക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം 2024 ഒരു നല്ലൊരു കൊല്ലമാണ്. അപ്പൊ എല്ലാവർക്കും വളരെയധികം എന്താണ് ചാൻസ് കൂടുതലാണ് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ അല്ലേ, ക്ലിയർ? അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്ക് വേണ്ടി മാത്രം നമ്മളൊരു എക്സാം സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സാം സ്പെഷ്യൽ ബാച്ചിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ്, RRB, SSC, അതേപോലെ ബാങ്ക്, ഈ 3 ഏജൻസികൾ നടത്തുന്ന എക്സാമുകളിലേക്ക് ഒറ്റ ബാച്ചാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, IBPS, അതായത് ബാങ്ക് എക്സാംസ്, ഇൻഷുറൻസ് എക്സാംസിനെയൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫുൾ സിലബസ് കവർ ചെയ്ത് കൊടുക്കുന്ന ഒരു ബാച്ചാണ്. അതിൽ 4 ഘട്ടങ്ങളായിട്ടാണ്, 4 സ്റ്റേജ് ആയിട്ടാണ്. ആദ്യത്തെ 4 മാസം ഫുൾ സിലബസ് കവർ ചെയ്ത് കൊടുക്കും. ദെൻ നെക്സ്റ്റ് 3 മന്ത്സ് വീക്കർ ഏരിയ ഫോക്കസ് ചെയ്തുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അടുത്ത 3 മന്ത് സ്പീഡ് പ്രാക്ടീസ്, അതേപോലെ നിങ്ങളുടെ ആക്യുറസി ഒക്കെ ബിൽഡപ്പ് ചെയ്ത് നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാനായിട്ട് വെൽ പ്രിപ്പയർഡ് ആക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ലാസ്റ്റ് 2 മന്ത് ഇപ്പൊ POK ഒക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ട്, അതിനുള്ള സെപ്പറേറ്റ് ട്രെയിനിങ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബാച്ചിൽ കയറുകയാണെങ്കിൽ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ പറ്റും. അത് കൂടാതെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് എന്താണ് ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും.
വിഷ്വലൈസ്ഡ് ബേസ്ഡ് ആണ് ക്ലാസ്സുകളെല്ലാം, കണ്ട് പഠിക്കാൻ പറ്റും. 1-to-1 സെക്ഷൻസ് അവൈലബിൾ ആണ്, പ്രീമിയം ലെക്ചേഴ്സ്, അതേപോലെ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഡ്യുവൽ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. ഇതൊക്കെ ഈ ബാച്ചിന്റെ ബെനിഫിറ്റുകളാണ്. ക്ലിയർ? അതേപോലെ നിങ്ങൾക്ക് അവൈലബിൾ ഈ ബാച്ചിൽ നിങ്ങളുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബുക്സ്, മോക്ക് ടെസ്റ്റ്, സ്റ്റഡി കാർഡ്സ്, A to Z സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഈ ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരൊറ്റ സിംഗിൾ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള 3 കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. ഓക്കെ, അതിനെ കുറിച്ച് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക്, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് ഞാൻ മുൻകൂട്ടി പറയാണ്. കാരണം എല്ലാവരും എക്സാംസിന് അപ്ലൈ ചെയ്യുക, നന്നായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ സമയം എന്നുള്ളത് നമ്മളുടെ മുന്നിൽ പെട്ടെന്ന് തീരും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.